വെൽക്കം. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PC-യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ജസ്റ്റ് ഒരു അറിയിപ്പ് വീഡിയോ മാത്രമാണ്. നിങ്ങളുടെ 2024-25 വർഷത്തെ KTET-ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് KTET നവംബർ 2024 റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ KTET സൈറ്റിൽ വന്നിട്ടുണ്ട്. അതായത് KTET.Kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് കാണാൻ പറ്റും. അതിൽ മുകളിൽ കിടപ്പുണ്ട് KTET നവംബർ 2024 റിസൾട്ട് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് റിസൾട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സർവീസ് ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റെക്ടിഫൈഡ് ആൻസർ കീക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ മുമ്പ് നിങ്ങൾ നോക്കിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും KTET-ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നോക്കുക. നോക്കിയിട്ട് പാസ്സായിട്ടുള്ളവർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ചെറിയ മാർക്ക് വ്യത്യാസത്തിലൊക്കെ KTET എന്താ പറയുക നഷ്ടപ്പെട്ടിട്ടുള്ളവർ നെക്സ്റ്റ് പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം തന്നെ CTET ജൂലൈയിൽ വിളിക്കുന്നുണ്ട്. ജൂലൈയിലായിരിക്കും അതിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ആ CTET-ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങൾ അഡ്മിഷനുമായിട്ട് KTET CTET ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ KTET-ൻ്റെയും CTET-ൻ്റെയും ഒക്കെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും KTET പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇനി 1-2 മാർക്കിന് പോയിട്ടുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. വളരെ അടുത്ത് തന്നെ അടുത്ത KTET വിളിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ KVS എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. KVS-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ RRB ടീച്ചർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, കാരണം ധാരാളം സമയം നമുക്ക് ഇനി കിട്ടും. അതിൻ്റെ ഒരു അപ്ഡേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, അതിൻ്റെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. 599 ആണ് ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LPUP ലോങ് ടേം ഫ്രീ ബാച്ചാണ്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നവർക്ക് ജോയിൻ ചെയ്യാൻ 999 ആണ് ഫീസ്. അതുപോലെ തന്നെ HSA ജനറൽ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 499 ആണ്. ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഇത് അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും റിസൾട്ടൊക്കെ വന്ന് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, താങ്ക് യു ആൾ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.